നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. അനേക ദൈവമക്കളിലേക്ക് ഈ കാലഘട്ടത്തിന്റെ പ്രാർത്ഥനയുടെ വലിയൊരു ചൈതന്യവുമായി കർത്താവായ യേശു ഈ സമയം നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സമയം പിതാവായ ദൈവം യേശീയ പ്രവാചകം വഴി നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. ഈ ധ്യാനത്തിന്റെ 1-ാം ദിവസമായി ഇന്ന് നമ്മൾ ഏതെല്ലാം നിയോഗം വെച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ പ്രാർത്ഥിക്കുന്നത് അതിനെല്ലാം ദൈവമായ കർത്താവ് ഉത്തരം തരുമെന്നാണ് വചനം വഴി നമ്മെ പഠിപ്പിക്കുക. ഈ വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്ന ഈ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് പ്രിയമുള്ളവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കാണ് കർത്താവ് ഉത്തരം വരുന്നത്. ഈ കാലഘട്ടം അനേക ജീവിതങ്ങളുടെ വലിയ ഒരു നൊമ്പരമാണ്, വലിയൊരു വേദനയാണ്, വലിയൊരു ഭാരമാണ്. തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ഒരു വലിയ ഒരു പരാതിയാണ്: ദൈവമേ, ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുമ്പോൾ എന്റെ ഈ കഷ്ടത മാത്രം, എന്റെ ഈ രോഗപീഠ മാത്രം, എന്റെ ഈ വേദന മാത്രം, എന്റെ ഈ കുടുംബത്തിന്റെ തകർച്ച മാത്രം ദൈവമേ എന്തുകൊണ്ട് നീ കാണുന്നില്ല? നീ എന്തുകൊണ്ട് എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നില്ല? എന്തുകൊണ്ട് നീ എന്റെ ജീവിതത്തെയും എന്റെ ഈ രോഗത്തെ നീ സുഖപ്പെടുത്തുന്നില്ല? ഈ രീതിയിൽ വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോ വ്യക്തിയും ദൈവത്തിന് മുമ്പിൽ പരാതി ഉണർത്തിക്കുന്ന ഒരു ജീവിതമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാതെ പോകുക? എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ കർത്താവ് അഭിഷേകം ചെയ്യാതെ പോകുക? എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ കർത്താവ് ശാരീരികമായി സുഖപ്പെടുത്താതെ പോകുക? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം വചനം ഇപ്രകാരമാണ് പറയുക: നീ പ്രാർത്ഥിച്ചാലാണ് കർത്താവ് ഉത്തരമരുളുക. വിശ്വാസത്തോടെ കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രിയമുള്ളവരെ ദൈവം ഉത്തരം തരിക. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കർത്താവ് ഉത്തരം തരിക. ഞാനെന്ന് പറയുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, ഞാനെന്ന് പറയുന്ന വ്യക്തി കർത്താവിന്റെ സന്നിധിയില് മുട്ടുകുത്തി നിൽക്കുന്നില്ല എങ്കിൽ, ഞാൻ അനുദിനത്തിൽ പങ്കുചേരുന്നില്ല എങ്കിൽ, ഞാൻ എന്റെ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി പങ്കുചേരുന്നില്ല എങ്കിൽ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലേക്ക് ദൈവം അനുഗ്രഹമായി കടന്നു വരിക? നമ്മുടെ ഈ നോമ്പിന്റെ ഈ ധ്യാനത്തിന്റെ 1-ാം ദിവസമായി ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്വയം ഒന്ന് പരിശോധിക്കാൻ. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഞാൻ ദൈവവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്? എന്റെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധിയിലും, പ്രശ്നങ്ങളിലും, തകർച്ചകളിലും എന്റെ ജീവിതത്തിൽ കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ അഭിഷേകത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പ്രാർത്ഥിക്കാതെ, ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവമേ എന്ന് വിളിക്കാതെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതെ, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിന്റെ 1-ാം ദിവസം നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം: ദൈവമേ, ഞാൻ എന്റെ വലിയ സജീവമായി പങ്കെടുക്കും. തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ കരമേറ്റെന്ന് പറയാമോ? ഹല്ലേലൂയ. ദൈവമേ, ഞാൻ കൂടെ സംസാരിക്കും. ഞാൻ യോഗ്യതയോടെ ദൈവകാരനെ സ്വീകരിക്കും. ഞാൻ എന്റെ കുടുംബത്തിൽ ജപമാല പ്രാർത്ഥന മുടക്കത്തില്ല. ഞാൻ വ്യക്തിപരമായി വചനമായിട്ട് ദൈവമേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന തീരുമാനം ഞാൻ എടുത്തു കഴിയുമ്പോൾ, ഞാൻ ഈ ജീവിത മേഖലയിൽ മുഴുവനായി കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം വചനത്തിന്റെ ആരംഭ ഭാഗത്ത് ദൈവം അരുളി ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കർത്താവ് ഉത്തരമരുളുക. അത് എന്റെ ജീവിതത്തിൽ കർത്താവ് ഇതുവരെ കടന്നു വന്നിട്ടില്ല എങ്കിൽ, ഇതുവരെ ദൈവം അനുഗ്രഹമായി മാറിയിട്ടില്ല എങ്കിൽ, എന്റെ കണ്ണുനീര്, എന്റെ വേദന, എന്റെ രോഗം, എന്റെ അസ്വസ്ഥത, എന്റെ കുടുംബ തകർച്ചകള്, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികള്, ഇതെല്ലാം ദൈവം എടുത്തു മാറ്റുന്നില്ലെങ്കിൽ ഏക കാരണമായിട്ട് വചനം പറയുക: ഇതുവരെ നമ്മൾ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കർത്താവ് ഉത്തരം തരിക. ദൈവമേ എന്ന് വിളിക്കുന്ന വ്യക്തിക്ക് കർത്താവ് ഉത്തരം തരിക. ഞാൻ പ്രാർത്ഥനയുടെ മേഖലയിൽ എന്തുമാത്രം മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയെ, ഞാൻ എന്റെ ആത്മീയ ജീവിത മേഖലയിൽ ഞാൻ എന്തുമാത്രം കരുതൽ കൊടുക്കുന്ന ഒരു വ്യക്തിയെ,
കഴിഞ്ഞ ഏതാനും നാൾ മുമ്പ് ഏഴുകൊണ്ട് താമോധ്യാന കേന്ദ്രത്തിൽ സ്നേഹമുള്ളവരെല്ലാ ശനിയാഴ്ചയും റൂഹാഭിഷേകം എന്ന പേരിൽ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നു. ഏഴുകൊണ്ട് താമോധ്യാന കേന്ദ്രം 1978 ഇവിടെ ഏകദിന ശനിയാഴ്ച കൺവെൻഷൻ ആരംഭിച്ചത്. ഇവിടെ ശുശ്രൂഷ ആരംഭിക്കുക 1976 ജൂൺ മാസം. ശുശ്രൂഷയുടെ 50ാമത്തെ വർഷം, താമൂരിന്റെ സുവർണ്ണ ജൂബിലി വർഷം ഈ വർഷം താമൂർ ആഘോഷിക്കുകയാണ്. എന്നാൽ 2 വർഷം കഴിഞ്ഞ് 1978 ഏപ്രിൽ മാസമാണ് താമൂറിൽ ശനിയാഴ്ച തോറും ഏകദിന ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുക. ഏകദേശം 5000-ഓളം പേര് വരുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 2:30 വരെയുള്ള ഉപവാസ പ്രാർത്ഥനയിൽ അനേകായിരങ്ങൾ ജാതിമത ഭേദമിനെ പങ്കെടുക്കുമ്പോൾ ഒരു അപ്പനെ കൊണ്ട് അപ്പനെ പ്രിയപ്പെട്ട മക്കൾ ഈ താമ്പൂരിലേക്ക് കടന്നു വരിക. അപ്പന്റെ രോഗാവസ്ഥയിൽ ഈ അപ്പനെ ഒരു ആംബുലൻസ് കടത്തിക്കൊണ്ടാണ് കൊണ്ടുവരിക. ഈ അപ്പന് സ്ട്രോക്ക് വന്നതുപോലെ ഈ അപ്പന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ചലനം നഷ്ടപ്പെട്ടു പോയി. അതോടൊപ്പം തന്നെ സംസാര മേഖലയിലും തടസ്സം നേരിട്ടു. ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കാതെ, ശരീരത്തിന് ഒരു വശം നടന്നുപോയ, നടക്കുവാൻ സാധിക്കാതെ, സംസാരിക്കാൻ സാധിക്കാതെ കഴിയുന്ന ഈ അപ്പനെ ആംബുലൻസ് കടത്തി ഈ അപ്പന്റെ പ്രിയപ്പെട്ടവർ താമൂറിൽ വരിക. ഈ ശനിയാഴ്ചയുള്ള റൂഹാഭിഷേക കൺവെൻഷൻ കൂടി താമൂർ മാതാവിനെ മാതൃസ്ഥേടി പ്രാർത്ഥിച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ അപ്പന് സുഖം പ്രാപിക്കാൻ വേണ്ടി, ഈ അപ്പച്ചന് വേണ്ടി പ്രത്യേകമായി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകിയ ദൈവികമായ ഒരു സന്ദേശം ഇതായിരുന്നു. ഈ അപ്പച്ചന് വേണ്ടി പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് കുടുംബസംഗീതം ഒരു ജപമാല വീതം 130 ദിവസം ജപമാലയിലെ പരിശുദ്ധ അമ്മയുടെ താമര മാതാവിന്റെ മാതൃസ്ഥേടി പ്രാർത്ഥിക്കണം. രണ്ടാമത് ദൈവത്തിന് ആത്മ നൽകിയ മറ്റൊരു മെസ്സേജ്, ഒരു സന്ദേശം ഇപ്രകാരമായിരുന്നു: താമൂരെന്ന് കൊണ്ടുപോകുന്ന വെഞ്ചരിച്ചുകൊണ്ട് 130 ദിവസം ഈ അപ്പനെ കുടിക്കാൻ വേണ്ടി കൊടുക്കണം. ഈ അപ്പന്റെ ദേഹത്ത് ആ വെഞ്ചരിച്ച വെള്ളം പുരട്ടണം. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിക്ക് അറിയാം, വെഞ്ചരിച്ച വെള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകമുണ്ട്. വിശ്വസിക്കുന്നവര് ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥേടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാതൃസം വഹിച്ച ഏത് വ്യക്തിക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ മാതൃസം വഹിക്കുക. ആ വ്യക്തിയിലേക്ക്, കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് കർത്താവായ യേശു വളരെ വേഗം കടന്നു വരും. 2019 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് ജപമാലയിൽ പ്രാർത്ഥിക്കുക, 2 താമൂർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചരിച്ചോട് ഉപയോഗിക്കുക. ജനലക്ഷങ്ങളെയാണ് ഈ മേഖലയിൽ ദൈവമായ കർത്താവ് പരിശുദ്ധമ്മയുടെ അതിശക്തമായ മാതൃസ വഴി സൗഖ്യവും വിടുതൽ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം നൽകി ഒന്ന് കരമുയർത്തി സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ അപ്പച്ചന് വേണ്ടി, ഈ അപ്പച്ചന്റെ പ്രിയപ്പെട്ട കുടുംബം മുഴുവൻ 130 ദിവസം ജപമാലയിൽ പ്രാർത്ഥിക്കുക. 130 ദിവസം ഈ അപ്പനെ താമൂർന്ന് കൊണ്ടുപോയി വെഞ്ചരിച്ച വെള്ളം കുടിക്കാൻ നൽകുകയാണ്, ദേഹത്ത് പുരട്ടി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകിയ സന്ദേശം ഇതായിരുന്നു: 130 ദിവസം ജപമാലയിലെ പരിശുദ്ധ അമ്മയുടെ താമര മാതാവിനെ മാതൃസ്ഥേടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈ വെഞ്ചരിച്ച വെള്ളം 130 ദിവസം നൽകി കഴിഞ്ഞാൽ 130 ദിവസത്തിനുള്ളിൽ ഈ അപ്പനെ കർത്താവ് സുഖപ്പെടുത്തും. ഈ വെഞ്ചരിച്ച വെള്ളം നൽകി ഈ ജപമാലയിലെ കുടുംബം മുഴുവനും പ്രാർത്ഥിച്ചു ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എനിക്കോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ദൈവത്തിനെ ആത്മാവ് വെളിപ്പെടുത്തിയതുപോലെ 130 ദിവസത്തിനുള്ളിൽ ഈ അപ്പനെ കർത്താവ് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നന്ദിയോടെ കരമുയർത്തി നന്ദിയോടെന്ന് പറയാമോ ഹല്ലേലൂയ. ഒരു കൂടി സ്വരമുയർത്തി നന്ദിയോടെന്ന് പറയാമോ ഹല്ലേലൂയ. വലതുകരം ഈ സമയമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം വചനത്തിന്റെ ആദ്യഭാഗം ഈ സമയം വിശ്വാസത്തോടെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. എല്ലാ ദൈവമക്കളും, ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ബുദ്ധിമുട്ടില്ലെങ്കിൽ
ഒന്ന് വലുതുകളെ ഉയർത്തിപ്പിടിക്കാമോ? ഈ മന്ദിരം ഏറ്റുപറയുന്ന സമയമാണ്, അഭിഷേകം വ്യാപരിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയുടെ മേഖലയില് വലിയ തൊടുകയും ഒരു അഭിഷേക ദൈവം നൽകി അനുഗ്രഹിക്കുന്ന സമയമാണ്. അനേക ജീവിതങ്ങളിൽ നിന്ന്, അനേക കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്ന സമയമാണ്. യേശയ്യയുടെ പുസ്തകം 58-ാം അധ്യായം 9-ാം വചനം ആദ്യ ഭാഗം ഒരു കൂടി നമ്മൾ ചേർന്ന് ഏറ്റുപറയുന്നു. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. വിശ്വസിക്കുന്നവര് കരവയർത്തി സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാലാണ് കർത്താവ് ഉത്തരമരുളുക. എന്റെ ജീവിതമാരുടെ ബദ്ധമാനം മാറുന്നില്ല, എന്റെ തെറ്റായ ബന്ധം മാറുന്നില്ല, എന്റെ മക്കളുടെ പരീക്ഷയിലെ ഉയർന്ന വിജയം കിട്ടുന്നില്ല, അതിന് ഞാൻ എഴുതുന്ന പരീക്ഷയെ തുടർച്ചയായി പരാജയപ്പെടുന്നു. ദൈവം എന്തുകൊണ്ട് എന്റെ ഈ ദുരിതം, എന്തുകൊണ്ട് എന്റെ തകർച്ച, എന്തുകൊണ്ട് എന്റെ ഈ പരാജയം